നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും പെരുന്നാൾ പിറ്റേ ദിവസത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അലവി കുപ്പായം വേണ്ടൊക്കെ ഇട്ട് രാവിലെ മുതൽ ഇതിൽ നടക്കേണ്ടിട്ട് അലവി നടക്കണം എന്താ വെച്ചാലേ അലവിക്ക് ഫുഡ് കഴിക്കാൻ പിരിയുണ്ടോ. അലവി, how was the Eid? Tell me. How is the Eid? He's still Eid. He's going on, bro. Allah. You see my face, bro. I'm very happy, Allah. Very happy. Very, very happy. Like it's very different. Bro, I told you, 5 years out of home from Eid. Now I feel really I'm in Yemen, bro. Allah. See this guy, he's very happy since morning, bro. First time he woke up in the morning, bro, in his life. അപ്പം അലവി ഭയങ്കര ഹാപ്പിയാണ്. 5 കൊല്ലമായി അലവി ഇതേപോലെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ട്. ഇറ്റ്സ് ബീൻ 5 years. So you've been celebrating in Bangalore only? Bangalore, and I was in South Africa. When you went to South Africa? I didn't know. I studied English there before I joined college. Oh, you were in South Africa? Yeah, I stayed 1 year. So this guy also? This year, no, he studied in Kamenhelli. He was in Kamanahalli only? You slept well? Very well? Bangalore Eid or Kerala Eid is better? Kerala is better. Obviously. Kannada people will feel bad. Bro, I'll tell you something. This is my first Eid without my family. Oh, this is your first Eid without family? Yes. But you felt like But I home, didn't right? feel, yes. Ay, mashallah. Thank you so much. അപ്പം വീട്ടിൽ no. I should thank him for coming. No, bro. I was continuously calling you, like when you are coming, when you are Thank coming. you, brother. No, I don't have to thank you. It's my home, bro. Wallah, thank you for all of you. MashaAllah. Gimshi? All the family. He used to call me Gimsha. അപ്പം ഇന്നലെ മുതൽ നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ടായി. അച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായി, നബീലിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായി, ഒരുപാട് വീടുകൾ കയറണമെന്നുണ്ടായി. പക്ഷേ അങ്ങനെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. റൈഫ് പറയൂ. അത്തുണ്ണിയൊക്കെ രാവിലെ തന്നെ കോളിലാണല്ലോ. He look like Mammootty. യു കെയിൽ പണിയുണ്ടെന്നോ? ആരത്? ഹലോ, എന്താ യു കെയിൽ പണിയിട്ടോ? ആർക്ക്? എനിക്ക് അപ്പൊ ജലപ്പം മംഗലാപുരത്ത് പഠിക്കണേ? അവിടെ പണിയിട്ട് പോയോട്ടെ. എന്ത് പണി? ഡോക്ടറാണ് അവിടെ UK-ല്. പഠിച്ചാതെ? അതെന്ത് ഡോക്ടർ? അവിടെ വലിയ ഡോക്ടറ്. ഞാനും ഡോക്ടറാവുന്ന അങ്ങനെ കിട്ടുമെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഓക്കെ, ആഫി എടുത്തോളാ. വണ്ടി അങ്ങനെ പൊടിഞ്ചളിയൊന്നും ആയിട്ടില്ലല്ലേ? ഇന്നലെ അങ്ങനെയും ട്രാവൽ ചെയ്തിട്ടും വണ്ടി ക്ലീനായി നിൽക്കണേ. വണ്ടി പോളിഷും ഇതിനും കൊടുത്താലോ, കോട്ടിങ്ങിന്. പക്ഷേ ഇങ്ങനെ ഓടുമ്പോൾ നമ്മൾ ചത്തട്ടി ഓടുമ്പോൾ കോട്ടിങ്ങിന് കൊടുത്തിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ കാണാം. ഒരു തലക്ക് നോക്കിയാൽ നമുക്ക് ഇപ്പച്ചിനെ കാണാം. ഇപ്പച്ചിനോട് അഭിപ്രായങ്ങൾ ചോദിക്കാനുള്ള സമയമായി. എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ? ഹൗ വാസ് യുവർ ഈദ്? എന്താണ് പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാൾ മാഷാഅല്ലാ സന്തോഷം. ഇന്നലെ പിന്നെ എന്താണ് ഈദ്ഗാഹിൽ കൂടാൻ കഴിഞ്ഞു. നമുക്ക് 3 ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അറബികൾ. അവരെ സന്തോഷം, വേറുള്ള ആൾക്കാരെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അതാണ് ഏറ്റവും കൂടുതൽ. വേറുള്ള ആൾക്കാരെ പുഞ്ചിരി കാണുക, അവരെ നമ്മൾ ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ സന്തോഷം, അതിൽ സന്തോഷിക്കാം. അപ്പോൾ അവരിന്നലെ അവർ വീട്ടിൽ നിന്നൊക്കെ വിട്ട് നിന്ന് ഇവിടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഹാപ്പി. യു ആർ ഹാപ്പി മസൂർ ജിദ്ദ? പിന്നെ വണ്ടി ഇന്നലെ പണി കഴിഞ്ഞിട്ടി, അതുകൊണ്ട് അതിലൊരു യാത്ര. കുറച്ച് വീടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ വീട്ടിൽ അവർക്ക് നല്ല ഗിഫ്റ്റുകൾ, പെരുന്നാൾ പൈസ അടക്കമുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാം. അറബിക്ക് കിട്ടിയ 200 റുപ്യ ഉണ്ടോ? 200 മലയാളി അല്ല. മലയാളി 200 റുപ്യ. I have that 200 rupees. 200 rupees Eid. എല്ലാവർക്കും കൊടുത്തു. എന്റെ പൈസ ഇന്നലെ കഴിഞ്ഞു, എല്ലാവർക്കും കൊടുത്തു. I get 200 rupees from this guy. Where is my 80 from you? നിങ്ങൾ കൊടുക്കി. വേറെ ടോണാണ്.
അഫിയുടെ മേലെയാ അഫിയോ ഉമ്മ തരലാണ് അഫീഫിന്റെ മെയിൻ കളി കേട്ടോ. അഫീഫ് നല്ല ഉമ്മയൊക്കെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെല്ലെ പോക്കറ്റിൽ 500 അടിച്ചു പോകും. അഫീഫേ അഫീഫ് ഗെയിം കളി തുടങ്ങാൻ പരീക്ഷ കഴിഞ്ഞു അതിന് കീബോർഡ് മേലും CPM മേലും മായവിലും കത്തിച്ചാണ്ട് എന്താ ഫുഡ് അറിയാം നിങ്ങൾ മട്ടൻ മന്തി മട്ടൻ ബിരിയാണി അല്ലേ പൊള്ളിക്കുന്ന് ഒരാളെയും കൂടി വിളിച്ചാണ്ട്. ഓ അസറുദ്ദീൻ മന്തി ആയിട്ടോ. അസറു രാവിലെ പറഞ്ഞാണ് എന്തായാലും മന്തി ഉണ്ടാക്കണം, ഫുള്ള് മന്തിയൊക്കെ ഉണ്ടാക്കി നമുക്ക് സീനാവും തീ പാറും പറഞ്ഞാ അസറു എന്ത് ചെയ്തു വരൂ. അല്ല ഒരു മിനിറ്റ്, ഞാനേ ഇതെന്താ സാധനം? അതേ അതിന്റെ അല്ല VR-ന്റെ ക്രിക്കറ്റ് ബാറ്റ്. വാ കടന്നു വരൂ. അപ്പൊ ഇത് മന്തി പോവാണ്. വാ ഞാൻ പല്ല കേച്ചു. അപ്പൊ അന്റെ പ്രശ്നം ഉണ്ട് അതിനിവിടെ. ആ കേട്ടോ. Walaikum assalam. How was your Eid? Eid, mashallah, brother. Give me this. Yeah. Put it here. Come with me. والله يا حنان اقسم بالله العظيم this Eid my best Eid in India والله لا. Like this. This is fine. This is fine. Fine. It'll pick. Now I have to talk. Yes. بسم الله الرحمن الرحيم. Brother, this is my best Eid in India والله. Come Hanan, come here Hanan, why you are shy? You are the famous or me bro. This is والله my best Eid. Kerala people والله they are very nice. We are really lucky this Eid brother. Like it's your first time celebrating Eid in Kerala? Yeah, this is my first time celebrating Eid in Kerala. Like Comparing Kerala Eid and Bangalore Eid is completely different. So we are really grateful. yesterday we were a bit I'm tired. hugging you all the time, brother. If Yeah, we were not tired, it will be like more on. we slept well actually. Everything is okay, alhamdulillah. Now we'll have mandi. Ya Allah, Come. let's go. Hanan, 1 minute, brother. Kudi. Okay, thank you. Come. പക്ഷെ എന്താ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം? First they are sleeping. All are sleeping. Which is also sleeping. Walaikum assalam wa rahmatullah. You guys enjoy. The early in the morning, the first the time for the dogs. ഇതാ ഓപ്പണായിനി കുഴപ്പമില്ലല്ലേ? തരുന്ന പൈസ കൊടുക്കാണ്ട്. ആഴ്ചമാത്ത് എവിടെ? അതുണ്ട്, അത് വേറെ ഉണ്ട്. അത് താത്തിടേ പെരുന്നാൾ സമ്മാനം. ആവശ്യം ഉണ്ടെങ്കിൽ വരാം, കിട്ടും. ആവശ്യം കിട്ടും. ഞാൻ ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല. തട്ടൊക്കെ പുതിയതാട്ടോ, മാക്സിയിൽ പുതിയതായിട്ട് തന്ന പൈസക്ക് 3 മാക്സി, 3 തട്ടം, 3 പാൻറ് ഒക്കെ എടുക്കും. ഇനി ചെരുപ്പ് എടുക്കാണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ഒഴിവിട്ടിട്ടില്ല. ഇന്നലെ പെരുന്നാൾ പൈസയൊക്കെ ഞാൻ റെഡിയാക്കി നിങ്ങളെ നോക്കി വെച്ചപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ പോയി നിങ്ങളെ കാണാനല്ല വരി. അപ്പം ഈ ഒരു പെരുന്നാൾ പിന്നിട്ടൊന്നും കാണണ്ട. അപ്പം ഈ ഒരു പെരുന്നാൾ ഞങ്ങളെ കൂടെ അടിപൊളിയാക്കി ആഴ്ചമാതാക്ക് പെരുന്നാൾ പൈസ കൊടുക്കുന്ന സമയമായി. ആദ്യം ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നോമ്പ്? ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിനെയോ? നിങ്ങളെ വഴിമണിയൊക്കെ പോയി തുറന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അത് നന്നായി. നിങ്ങൾ അതിൽ ഇതിലൊക്കെ പോയി തുറക്കണോണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇല്ലല്ലോ, പിന്നെന്താ?
ഹാപ്പിയാണോ അപ്പം? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പെരുന്നാൾ സമ്മാനം. ഇനി വേറൊരു പ്ലസ് നിങ്ങൾക്ക് വേറൊരാളും കൂടി അയച്ചിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ സമ്മാനം. ചേച്ചിയേ, ചേച്ചിക്കുണ്ട്. ഇങ്ങോട്ട് പോരുവാ, അവിടെ വെച്ചിട്ട് വാ. സംസുകാക്കുണ്ട് കേട്ടോ. അത് തെറ്റിപ്പോ. ഞാനും നിൽക്കേണ്ട അടിക്ക് സംസുകാക്ക തെറ്റിയോ? സംസാരിക്കല്ല. ഇത് പെരുന്നാൾ പൈസ ഉണ്ടോ? എല്ലാവർക്കും കൊടുത്തുക്കണോ? എല്ലാവർക്കും. ഉമ്മച്ചിക്ക് കൊടുക്കും. ഉമ്മച്ചി കൊടുത്തു പോയിനത് കുടിച്ചി. ഹാപ്പി ഹാപ്പി. അജമാത്താക്ക് വേറെ ഉണ്ട് കേട്ടോ. ആ അതെവിടെ? അവസരത്തുക്കളെ ഇന്ന് മന്തി ഉണ്ടാക്കണ്ട നമ്മള് മട്ടൻ കഴിയാനായിട്ടോ. അപ്പൊ 22 കിലോ മട്ടനാണ് 2 സിറ്റിങ്ങിൽ എല്ലാവരും അവിടെ തിന്നു കേട്ടോ. അപ്പൊ എല്ലാവരും റേഞ്ച് മനസ്സിലാക്കുക. ഇവിടെ ഒരു ഫുഡ് വെച്ചാല് എത്ര ആക്കാണ്, അതായത് ഒരാട് ഇവിടെ 2 നേരെ. അപ്പം 22 കിലോ മട്ടനാണ് കഴിഞ്ഞ മട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ മട്ടൻ മൊത്തം വെച്ചിട്ട് നമുക്ക് തിന്നാൻ പറ്റിയത്. കഴിഞ്ഞൊരു സിറ്റിങ്ങിൽ ഒരു തീറ്റ ഒരു 15 ആൾ തിന്നു, ഈ സിറ്റിങ്ങിൽ ഒരു 15 ആൾ. അതോടെ മട്ടന് തീരെയാണ്. അപ്പൊ എത്രത്തോളം ഫുഡാണ് നമുക്ക് വേണ്ടി വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാണ്. ചിക്കനും ഉണ്ട് അല്ലേ? എന്നാ വേഗം പൊരിക്കുമോ? വിശന്നിട്ട് ചെയ്യാ. ഇതിലെന്താ? നോ പ്രോബ്ലം. എല്ലാം ആയാൽ മതി. ചേച്ചിമാതാ ദമ്മിട്ടൊക്കെ ബാസിലിനെ വിളിക്കട്ടെ. അപ്പൊ ഇന്ന് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് അറബിയാക്കും എല്ലാവരും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഫുഡ് വെക്കട്ടെ. ഇന്നലെ ഞാൻ ആഴ്ച മാത്താക്കും ചേച്ചിക്കും പൈസ കൊടുക്കാൻ വന്നപ്പോൾ ഓല് പണിയൊക്കെ കഴിഞ്ഞ് പോയി. ഞാനും വേറെ വൈക്ക് കടന്നുറങ്ങി അങ്ങനെ പോയി. അപ്പം ഈദിയാണ്, പെരുന്നാൾ പൈസ ആണ് എൻ്റെ വകട്ടാ. കുതിരത്തിനോ? കുതിരത്ത് ആർക്കിടെക്ട് കണ്ടോ? അത് വായിച്ചു നോക്കണം. മേ ബി ഇത് നമ്മളെ കുതിരത്തിന്റെ കഹാനി എന്ന പുസ്തകം കേട്ടോ. ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതില് ഓരോ ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ബഷീറിന്റെ ആര്യ കുതിരത്ത അല്ലല്ല, വായിക്കുമ്പോ ബഷീറാണ്. ഓരോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. انت في قراءة في هذا الكتاب ولا ما في؟ انت يقرا هذا الكتاب صح؟ هذا يقرا كم حلوة وهدية من مدرس وهذا هدية. ഇത് പുതിയ ആർക്ക്? സിദ്ദീഖ് ഹസൻ. ആ അത് ഒറ്റ കാട്ടാൻ നിൽക്കണ്ടോ? കണ്ടില്ല. ഫുള്ള് ഇപ്പൊ അഡ്രസ് ഫോൺ നമ്പറൊക്കെ കൊടുക്കുക. സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? പുസ്തകം അയച്ചു തരും. ഇതേപോലെ പുസ്തകങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കണ്ടോ. സനാതനം ശ്രീ തിരുവട്ടൂർ എഴുതിയ സനാതനം പറഞ്ഞ ബുക്ക് 3 കോപ്പി അയക്കുമ്പോ നമുക്ക് അറിയോ വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. കാരണം അദ്ദേഹം ഞങ്ങൾ കാശ്മീർ ട്രിപ്പിലാണ് പരിചയപ്പെടുന്നത്. من كاسرغود. إلى كشمير. بس كله مليان. Take read. It's مليان. سنادر. ده كنت وايكا بدند وايشين. أيوه هذا ظهر الفساد في بر البحر ما كسبت ايدي الناس. بما كسبت أيدي الناس. What's the meaning? In English translate. ظهر الفساد في البر والبحر بما كسبت أيدي الناس. فساد. I have to think about it because English this is different language, not Arabic. No, the badness is apparent clearly because of People's bad sins. people now, you know, in the sea and in the earth everywhere. Because of the bad people. Because of their sins, right? بما كسبت أيدي الناس. Once again, you repeat. Now, because of the bad people who are Bad people, the deeds of bad people. they lead to all the bad things in earth and sea and affect everyone here now, right? لا بس لا Reading especially in the
scene of the GCC countries now, Israel, Palestine. ظهر الفساد في البر والبحر في البر والبحر. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് കരയിലും കടലിലും ഇന്ന് കാണുന്ന ഫസാദുകൾ എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾക്ക് കാരണം. മനസ്സിലായില്ലേ? നമുക്ക് ഇവിടെ ഒന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യ സ്കൂൾ ഇപ്പോഴും ഗ്യാസ് കിട്ടിയിട്ടില്ല. അതാണ് നാളെ കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഗ്യാസ് ഇല്ല. നോ സ്റ്റോക്ക് എഴുതി വെച്ചേക്കണം. നമ്മളെ ഇവിടെ പ്രശ്നമല്ല. നമ്മൾ ഇസ്രായേലും അല്ല, നമ്മൾ പലസ്തീനും അല്ല, നമ്മൾ അമേരിക്കക്കാരല്ല, നമ്മൾ ഇന്ത്യക്കാരാണ്. പക്ഷെ അവിടെ ഹോർമുസ് കടലിട് ഹോർമുസ് കടലിട് ബ്ലോക്ക് ഇറാൻ അവിടെ ബ്ലോക്ക് ചെയ്തൊക്കെ പുതിയ ദൂരമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും. Like LPG shortage. We went to one hotel to for big iftar, right? They stopped iftars because they have no LPG left. They need minimum 45 plus LPG gases to conduct one iftar because 300 plus dishes there. So they are not getting LPG. So we are running out of LPG. Now, Uncle, you make Jafar Palestine free. Palestine to be free, inshallah. نحن نستخدم الآن في الوقود لا جاس. Okay. وقود هنا ماشي. But food is there, no problem. ഗ്യാസ് കലാസാറ വെള്ളത്തിന് കണ്ണ് നടിയിലായിട്ടാ No gas. ഗ്യാസ് ഇല്ലായിരുന്നപ്പോ. Hey, I want to check if Mandi is ready. Go check the food for us. This is a gift from a lady, a friend. This is a special Quran. Please you check it. What is that? From where this? Like What somebody is that? gifted it. From here. Specialty of this Quran. Specialty of the writing, right? The handwriting. Yeah, You please take this. You please take this. You can write. You can write on that. Yeah, أيها الذين آمنوا. You write on right. This on. عليه On ردد on يا مريض it. فوق. على. Okay. فوق رد عليه ردد. How to learn to write Quran? Yeah. MashaAllah. Uncle, let me do it for you. Hello. You imhe ita. Imhi. Imhe. Bilwara. ചെന്നിക്കോട് പറയണേ. അതന്നെ അതിലെ ബാക്ക്വേർഡ് വായിക്കാൻ. Very nice. We can learn writing. Yes. Then once again you can write. ഏട്ടതെ കയ്യ his left handed. Everything is left. But where is Even it? his mind, bro. ഓ അത് കുറേ എഴുതുന്നുണ്ട് ട്ടോ. Yes. سهل سهل اللي تحت. Yes. Yeah. This is very nice gift. Very nice gift. No one can do anything. للأطفال للأولاد. الأطفال نعم لو يتمرروا. براكتس والله. Practice. Coming with this pen or this pen? പ്രാക്ടീസ് ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും മന്തിയായിട്ട് കാണാം കേട്ടോ. മന്തിയായിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ബാസിൽ അവർക്ക് എത്തിച്ചേരാനാവണുള്ളൂ. ബാസിൽ വന്നില്ലല്ല? ബാസില് അപ്പോൾ ബാസിലെത്തിയിട്ട് കാണാം. അസറു ആഴ്ചമാത്ത മീറ്റപ്പ്. യെസ്. അപ്പൊ ജീവൻ വന്നിട്ട് കണ്ടിട്ടില്ല? ആഴ്ചമാത്തിന് മുങ്ങിയെടുക്കല്ലേ? ഇന്നലെ ആഴ്ചമാത്ത വേഗം പോയിക്കണേ. ഇന്നലെ പെരുന്നാൾ പൈസ കൈ പിടിച്ചാണ്ടേ നിങ്ങളെ അർബാനിന്റെ ബാക്കിൽ നിൽക്കണേ. ഞാൻ അവിടെ എത്തിയപ്പോൾ ആഴ്ചമാത്ത അവിടെ എത്തിക്കണേ. പൈസ പിന്നാലെ നടക്കുക അത് നടക്കണ്ടേ? പിന്നാലെ നടക്കണ്ട, നിൽക്കോടത്ത് നിന്നാ മതി. പോകാൻ അങ്ങനെ വിചാരിക്കൂല. അങ്ങനെ വിചാരിക്കും ആഴ്ചമാത്താണ് പോയി. എന്നിട്ട് നോക്കിയ ആഴ്ചമാത്ത പേരുണ്ടോ? എന്നിട്ട് രാത്രി വിളി ഇന്റെ പേരുന്ന പൈസ വിടാ. നിങ്ങള് ആരോട് നിങ്ങള് ഇവനെ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. തരാൻ കരുതിക്കണേ തരുക, വാങ്ങാൻ കരുതിക്കണേ വാങ്ങും. ഞാൻ വരാത്ത ദിവസം പോകണില്ല. ആണോ? അപ്പൊ ഇന്നലെ എവിടെ ഇനി? ഇന്നലെ എവിടെ ഇന്നലെ പെരുന്നാക്കി ഞങ്ങളല്ലേ ഇനി? ഇന്നലെ ഉച്ചക്കാണ് ഞാൻ ജോയിൻ ചെയ്തവരപ്പം. വെളുപ്പം പോയാ ട്രിപ്പ് വന്നേനി നമ്മൾ പറയാം നമുക്ക് സ്പെഷ്യൽ ടൂർ പോകേനി. അപ്പൊ
ഇത് കൊണ്ടുപോകില്ല. ഇന്നെ തന്നെ പറയട്ടോ കൊണ്ടോലാന്ന്. ഞാൻ തന്നെ ഇപ്പൊ കൊണ്ടുപോകാത്ത ഒരാള്. ഞാൻ ഇങ്ങോട്ട് പോയത് ഇവനടക്കം അങ്ങനെയാ. ഞാൻ സമ്മതിപ്പിച്ചോണ്ട് പോണേ. ഞാൻ തന്നെ പോലില്ല. ഇപ്പം വരുമ്പോ ഞാൻ എങ്ങോട്ട് പോവാണെ നമ്മളാണ് പോകും. വണ്ടി നമ്മളെ ടൂറും കൂടി കൊണ്ടുപോകണില്ലല്ലോ. ഓള് പറയാം വലിയ വണ്ടി ഇന്നലെ ഇവിടെ എത്തണത്. ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇങ്ങനൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ സാധിച്ചു കൊടുക്കില്ല. കൊണ്ടോലുണ്ട്. ഇവരോട് ചോദിച്ചോക്കെ അന്ന് ഇവിടെ പോയി. അത് പോയില്ല നമ്മള്. ഏത് അല്ല ആ പൂവിന്റെ വാങ്ങാൻ പോയത് നിങ്ങളില്ല? അത് നിങ്ങൾ എവിടെയാ? അന്ന് ഞാൻ അവിടെ പോയേക്ക് നിങ്ങളാൾ പോയി. ലീവേനി ഇവിടെ എല്ലാരും വണ്ടി കയറ്റി അന്ന്. അന്ന് പെട്ടെന്ന് വൈകുന്നേരം വരെ ഒരു ടൈം കൊടുക്കാം. ആഴ്ച മാത്രം പറഞ്ഞ ഒരു സ്ഥലം അവിടെ കൊണ്ടുപോവാ. യമനത്തെ രാജാക്കന്മാര് വരുന്നുണ്ട്. എന്താ നോക്കാൻ. വലൈക്കും അസ്സലാം. We are making mandi ready. മാഷല്ലാ അടിപൊളി യമൻ അപ്രൂവ്ഡ്. واحد الله الله يمشي الله الله. This is chicken fry. This is gas ada. നാളെ വന്നില്ലേ? Vale. ആയിഷുമാ സുഖമാണോ? സുഖം തന്നെ. ജപ്പാനീസ് സ്റ്റൈലിൽ പോയി. സുഖം സുഖമോ? ഒരു മന്തി ഉണ്ടാക്കിയതിന് ഇത്രയും സ്വീകരണോ? ഇമ്മച്ചി ഇത്രയും കാലം ഇവനെ പോലുള്ള പൊട്ടന്മാർക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതുവരെ കൈകൊട്ടി ഒരു പാട്ടിച്ച് പാടിയാ. ഹമ്മദ് ഹബീബ് ഇതെന്തമ്മ ചിക്കൻ കറിയാ? ഇതെപ്പോ Yeah, this one. No, this is the different. ഈച്ചോ ചോറായിക്കണേ. ഫ്രണ്ട്സത്തെ ചേറാമിന്റെ വരി. അപ്പൊ നമ്മളിത് ഉണ്ടാക്കൂട്ടോ. ഇതാരാച്ചതാ? അപ്പം അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പം നമുക്ക് വന്നൊരു പാർസൽ കേട്ടോ. ഇതിൽ വന്ന പാർസൽ ഇനി ഒരു ടീമിന്റെ കേട്ടോ. പാപ്രിഷ് ബനാന ഫ്രിക്റ്റേഴ്സ്. പഴംപൊരിക്ക് ഫ്രിക്റ്റേഴ്സ് എന്നറിയാ? ഇംഗ്ലീഷില് ഫ്രിക്റ്റേഴ്സ്. വൈകുന്നേരം ഉണ്ടാക്കിയാലോ? ഞാൻ ഫ്രിക്റ്റേഴ്സ് ഉണ്ടാക്കാം. ജോ ഇൻസ്റ്റന്റ് ഓനിയൻ വട ഉണ്ടാക്കിക്കോ. ഞാൻ ബജ്ജി മിക്സ് ഉണ്ടാക്കാം. എരിവുള്ളത് ബജ്ജി വേണ്ട. ഓനിയൻ മതി. ഇത് മതി. പിന്നെന്തൊക്കെയോ കൊറേ മസാല ഉണ്ട് കേട്ടോ. ചായപ്പൊടി ഉണ്ടോ അല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഫ്രിക്റ്റേഴ്സ്. ചോറ് പൊട്ടിച്ചാ വരി. ഇത് യമനത്തെ ഫുഡ് ആയതുകൊണ്ട് ചൊല്ലും എന്തോ ചൊല്ലാണ്ട് തുറക്കുമ്പോ. അറബി പ്രാർത്ഥനകളുണ്ട്. അത് പൗദ്യാവും ആ പ്രാർത്ഥന ചൊല്ലണം. അതാണ് പോലും ചൊല്ല്. അല്ലേ ഇത് പൊട്ടിക്കുമ്പോണ്ട് തീരെ ശ്യാമല്ലേട്ടാ എനിക്ക് ഈച്ചോ. സീൻ മാമ്പേ പുൽശ്ശേരി. It's good. അടിപൊളിയാ. നബിലി നിങ്ങൾ തിന്നണ്ടേ ഇത്? ഇതൊക്കെ ഓരോ ടീം അയക്കണാണ്. ഇതും അതും അപ്പതൊക്കെ ചമ്മന്തി കൂട്ടുണ്ട്. പിന്നെ തിന്നാ ചൊന്ന് ആന്ന് കൂട്ടിക്കാജി അതില് മുക്കിയാണ് തിന്നാജി. മുക്കി തിന്ന് ആ ഒരു അപ്പെടുത്താണ് മുക്കിക്കാജി. അച്ചാർ പിന്നെ പുളി ഉണ്ടാവില്ല. ചോറും അപ്പം അരിമണ്ണ റെഡി ആഴ്ച അസറോബാ ദമ്മൊട്ടിച്ചാനായി. മാവിന്റെ ഇലയൊക്കെ ഇട്ടിക്കണത് ഈക്ക്. ബേലീഫ്സ് എന്താ? അങ്ങനെ പറയാറ്. Yes, we'll make biryani today. We'll make banana fritters today. Wow. Mandi. This is mandi.
We'll make mandi and we'll make banana fritters. In Kerala, everything is same. Mandi, biryani. എല്ലാം ഒറ്റ വെപ്പ്. Small one masala mistake. ഒറ്റ മസാലയുടെ പ്രശ്നമുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അല്ലേ അജ്മത? മന്തിക്ക് മന്തി മസാല ഇട്ടാ പോരെ, ബിരിയാണിക്ക് ബിരിയാണി അജ്മത, മസാല പോരെ. പഴയ കാലത്ത് മന്തി ഉണ്ടായിനോ? ഇല്ല. ബിരിയാണി ബിരിയാണി ഇല്ല, ആ, നെയ്ച്ചോറ് നെയ്ച്ചോറ് മാത്രമാണ് പണ്ട് മെയിൻ ആയിട്ട് ഈ കല്യാണം. ബിരിയാണി വെക്കാനൊന്നും ആർക്കും അറിയില്ലേ. നിങ്ങൾക്ക് അറിയണമെന്ന് അറിയില്ല കാര്യം. അപ്പൊ ബിരിയാണിന്റെ റെസിപ്പി അന്ന് മെയിൻ ആയിട്ടുള്ള ഷെഫുമാർ പുറത്തു വിട്ടിട്ടില്ലേ ഇനി വലിയ വലിയ ഹോട്ടലുകളുള്ളൂ ഇനി അവിടെ ഉണ്ടായിനാവോ? പിന്നെ എവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ എവിടെ ഇല്ല, നീ ഹോട്ടലുകളിലും ഇല്ല. പിന്നെ എവിടെ ഉണ്ടായിരുന്നു? പിന്നെ എവിടെ ഉണ്ടായിന് ബിരിയാണി? ചെലപ്പോ ചെയ്തേക്കും ചിലപ്പോ ഒരു ട്രൈ ഒക്കെ നടത്തി. നിങ്ങൾ എന്നിട്ട് ഉണ്ടാക്കി നോക്കീനി പണ്ട്? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ പണ്ട് കേക്കട്ടെ, അപ്പൊ പണ്ടത്തെ കല്യാണങ്ങളിലെ പെരലുകൾ എന്തുണ്ടായിനി? നെയ്ച്ചോറും കടായും. പണ്ടത്തെ വെറുതെ ചോറ് വെക്കുക, വെറുംചോറോ? വെറും ചോറ് മോരച്ചതും അത് മൂട് ചെറിയ ഒരു അച്ചാറും പപ്പടം കൂടി ഉണ്ടെങ്കില് തീ പാറും കല്യാണ പരിയില്. എന്നിട്ട് അത് ഇങ്ങനെ ഇടും, വട്ടത്തിൽ ഇങ്ങനെ എടുക്കല്ല. എല്ലാരും ഇരിക്കും. 10,000 ആള്. ചിലർക്ക് ഇറച്ചി ഉണ്ടാവൂലേ, കാണാതെ കിട്ടിയാലേ വായിക്കൂട്ടാ, വായിക്കൂട്ടാ. ഒറ്റ പാരല പാരുള്ളൂ കറി. ഒരു വട്ടത്തില് ഒരൊറ്റ വട്ടത്തില് ഒറ്റ വട്ടത്തില് കാവേരി ഗ്രൗണ്ടിൽ എല്ലാരും ഇരുത്തും. എന്നിട്ട് ഒന്നായിട്ട് ടാങ്കറിൽ തട്ടും ചോറ്. 10 വട്ടം വെക്കുവേ. ആ 10 വട്ടം വെക്കുന്നവർ അന്നും തന്നെ 10 വട്ടം വെക്കണ എന്തിനാ? എല്ലാരും കൂടി കണ്ടു കണ്ട് ഒറ്റ വെച്ചാ പോരെ. അങ്ങനെയല്ലേ കുട്ടി, ഓരോരോ വട്ടം ഇവിടെ വെക്കും. വിളമ്പി കൊടുക്കും 10 വട്ടം. 10 വട്ടല്ല, ഒരു വട്ടം ഇവിടെ വയലിലിടും. എന്നിട്ട് ഇതിലുള്ള ആളെ ഒതുങ്ങും, അങ്ങനെ പത്ത് ഇടും വയലില. നമ്മളിപ്പോ കല്യാണ പേരില് ട്രേ വെക്കണ മാതിരി. അതന്നെ. അന്ന് ബുഫേ സെറ്റപ്പ് ഉണ്ടായിനോ? അതെന്താ അതായത് ഒരാൾക്കാർ നിന്ന് വളമ്പിനിയോ? ബുഫേ സെറ്റപ്പ് അതല്ല, നമ്മക്ക് വേണ്ടി അത്ര പോയി തിന്നാം. അങ്ങനെ മാണ്ടി അത്ര ഒന്നും കിട്ടൂല. മാണ്ടി തരം കിട്ടില്ല, കിട്ടുള്ളൂന്ന്. ഇപ്പൊ ആര് പണത്തിന്റെ മോളിൽ കൂടെ പറക്കേ? ആര്? ഇപ്പൊ ഒരു ബിരിയാണി വിചാരിച്ചു അതെങ്ങനെ പണത്തിന്റെ മേലെ കൂടെ പറക്കാഴ്ച മതാ? ബിരിയാണിക്ക് 100 ഉള്ളൂ. പക്ഷെ സദ്യക്ക് 110 റുപ്യ. അവരങ്ങൾക്ക് സദ്യക്കൊക്കെ നല്ല റേറ്റാ, ബിരിയാണിക്കും നല്ല റേറ്റാ. നല്ല സീൻ സദ്യ ബിരിയാണി സെന്ററിലെ 110 റുപ്യ കിട്ടുള്ളൂ. അതാ പറഞ്ഞതേ. അവിടെ കോരി എറിയാണ് അയച്ചമത്തെ, കോരിയാണ്ട് എറിയാണ് ചിക്കന്. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നാണം കെട്ടവനെ, നാണം കെട്ടവനെ. സൂര്യനാരായണ എണീക്കടവട്ടി. അപ്പൊ എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു പഴംപൊരി മേക്കിംഗ് ഉണ്ടാവും. അപ്പൊ ഇനി എന്താ എടുത്തൊക്കെ ഉള്ളത് അമ്മ? എന്താ എടുത്തൊക്കെ ഉള്ളത്? ആ, തുടങ്ങാം. ബിസ്മില്ലാ. വരും 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 വരും. അസറു 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 സറൂർ ഹബീബി സറൂർ സറൂർ ഹബീബി സറൂർ ഹബീബി സറൂർ സറൂർ ഹബീബി. I don't know the lyrics. This is now evening program after making ഈവനിങ് ബനാന ഫ്രിറ്റർ. Radish. അപ്പൊ ഇങ്ങനെ മറ്റേ അപ്പം നിന്നോ?
വെള്ളപ്പല്ലേ തിന്ന് വെള്ളപ്പം ചിക്കൻ കറി തിന്ന വരെ കുറച്ച് ഓഫ് ഇങ്ങനെ ഇത് മസാലകളാണ് അയച്ചുമാത. ചായ മസാല, അപ്പ മസാല, സാമ്പാർ മസാല, ഇറച്ചി മസാല, കുതിര മസാല, മട്ടൻ മസാല, 65 മസാല അടങ്ങിയ മസാലയാണ്. 65 മസാലകള്. അല്ല നമുക്ക് 2 പെട്ടി പോരെ എടാ ഉണ്ടാക്കാന് എല്ലാവർക്കും പഴംപൊരിക്കായി Hey, you cheating Barcelona. Now you are Liverpool. Two teams you support. Barcelona, Liverpool. And Messi also. 3 teams. No, just 2 teams. Messi is the best player in the world. Which city is this? This is Palestine. Oh, so you support 3 cities now. Palestine. No, right today. Everybody bro support Palestine. Everybody support. Everybody yes. support Palestine. Yes, everybody support. So you are great Messi fan. അല്ല ജി എങ്ങനെ ഡോക്ടറായത്? അവിടെ ജോലി കിട്ടിയായിരുന്നു. വെറുതെ എന്റെ സ്കീമർ ഉച്ചക്കോ എടാ ഇത് കണ്ടു നെയ്മർ ഇല്ലല്ലേടാ എന്താ സ്ക്വാഡ് എന്നൊക്കെ പുറത്തായില്ലേ. ഇനിയിപ്പോ വേൾഡ് കപ്പ് രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പുതിയ സ്ക്വാഡ് അപ്ഡേറ്റ് വന്നു പോർച്ചുഗലിന്റെ. ക്രിസ്ത്യാനോ അല്ല. ക്രിസ്ത്യാനോ അല്ല. ആ മന്തി കൊണ്ടാണ് പാടി 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 ഫുഡിന് ആവശ്യമായ പപ്പടങ്ങൾ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട്. വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പണ്ടാരിയും ഈ വീട്ടിൽ ഒരേ ഒരു ഫുഡ് വെക്കാൻ അറിയുന്ന ആളായിട്ടുമുള്ള ഈച്ചു അവതരിപ്പിക്കുന്ന പപ്പട സദ്യ. വാട്ട്സ് ഇറ്റ്സ് കോൾഡ്? പപ്പടം റുബ്റുബ് റുബ്റുബ് കുറുബ്രു കുറുബ്രു പപ്പടം കുറുബ്രു. It's meaning crunchy something. It means something. This is Same. പപ്പടം പപ്പടം സെയിം ലൈക്ക് ക്രഞ്ചി മീൻസ് ലൈക്ക് ക്രഞ്ചി ഓൺലി പപ്പടം. അപ്പോൾ പപ്പടം റെഡിയായി, ചിക്കൻ റെഡിയായി, മന്തി റെഡിയായി. മന്തി സൂം ചെയ്തൊക്കെ 4 ആട് മന്തി റെഡിയായി, കൂടെ ചിക്കനും റെഡിയായി. ചിക്കൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, 7up ആണ് ഒറിജിനല്. ആരാ വാങ്ങിയേ? അത്ര സെറ്റപ്പിൽ ഇവിടെ ഒന്നും കൊണ്ടുവരില്ലല്ലോ. Hi. Today we are eating like Arabs. Today we prepared food for Arabs, so we are eating like Arabs only. And eating Mandi. with Arabs. Eating with Arabs, eating like Arabs. Eating Arabs. Come, Alawi, come. പൊള്ളിക്കും. എന്നാ ഇരിക്കല്ലേ ഇപ്പ വരി. ഫുഡ് കഴിച്ചോ? ഓനോട് വരാൻ പറയും. ഓടെ ബാസിലിനെ അവനൊക്കെ എപ്പോ വിളിക്കണ്ട്? എപ്പോ വിളിച്ചോക്കണേ? നമ്മക്ക് ഇരിക്കാം. ഇവലാകെ പൈസ കത്തിക്കണേ. ബ്രദർ സിറ്റ്. അൽവി കം സിറ്റ്. വിൽ ഹാവ് ഫുഡ്. മച്ചൊന്നുമില്ലല്ല. ഫ്രൂട്ട്സ്. ബ്രദർ സിറ്റ് എവരിബഡി.
എങ്ങനെയുണ്ട് പറയണ്ട ഫുഡ് സാധനം കണ്ടിട്ട് തന്നെ പേരുണ്ട് ലാസ്റ്റ് എടുത്താ പറയാം Like how? يا أخي brother, how to open this? മച്ചേ ഇരിക്കി മച്ചേ Brother. ഇരിക്കി 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 حبيبي. put little water please. ഫ്രൂട്ട്സ് ലാസ്റ്റ് എടുത്താ പറയാമോ حبيبي little water. أسرك يا حبيبي. പൈനാപ്പിൾ മത്തക്ക ഐ നോ മെൻഷൻ എനിത്തിങ് ഫോർ യു ബ്രദർ നമുക്കിടെ വീണിക്കണേ എനിക്ക് അങ്ങനെ തിന്നാൻ കഴിയുള്ളൂ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടേ ശരിയാ Don't change it brother. വിശന്ന് ഞാനൊക്കെ നല്ല വിശന്നിട്ട് ഐസ്ക്രീം നടക്കും ചൂട് കളയണ്ട കഴിക്കണേ ഫസ്റ്റ് ബൈറ്റ് നല്ല ചൂടുണ്ട് ബ്രദർ സിറ്റിയർ സിറ്റിയർ അലവി ഓ സൂപ്പർ There's space brother, come here. حتى صحن يا ولد. ايه حبيبي بليت ها ولا ناكل معاه بليت كم ما بليت انا ما برضه ഉണ്ടാക്കാൻ എനിക്കറിയാം وين انكل നല്ല പൈത്രമായി ഞാൻ മുക്കിയാ പോലെ സിമ്പിളാ നല്ല കിടിലൻ ചായ പഴംപൊരി ഉണ്ടാക്കി ഇവന് സൂപ്പർ ബ്രോ ഹൗ ഇസ് ഇറ്റ് why are you sitting here ها والله ഓനെ അങ്ങനെ തിന്നാൻ കഴിയുള്ളൂ كريم حبيبي come here sit here why are you sitting here മോനെ മട്ടന് സീം കൊടുക്കാം ها والله خلاص ആ ബസ്സിൽ നമ്മള് നീച്ചാൻ നേരം വന്ന് ഇത് വരാനുണ്ടാവും ഞാൻ പപ്പടത്തിന്റെ ടിന്നെ എവിടെയാ എനിക്ക് കുറച്ച് സാധനം പപ്പടം 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 തീരുണ്ട് കേട്ടോ മറ്റേ കാട്ട് This is Mandi, Mandi. What's your Mandan? ഓക്കെ This is Mandi or Mandan? I told you, when Kerala people have rice and meat mixed in a tray, we call Same. biryani. Full same, huh? Yeah. But wallah, it's very delicious. Oh, Very delicious. Oh, very super. super. മുജി Bakar, super and Malayali, what? അടിപൊളി. Adipoli. ഇപ്പച്ചി തിരിക്കാത്തേ ഇപ്പൊ സംസ്കരിക്കാം അല്ല അപ്പച്ചി ഇപ്പൊ തിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു തൂവലോ طب منه هذا ها هات منه هذا. من ده അത് ചിലപ്പോ പോകും ها لا ولا എടാ പപ്പടം അസുരം കാണിച്ചോ ഗ്ലാസ് കൊടുക്കണം സാധനത്തില്ല عربي ما شاء الله. അർച്ചിന്റെ മൈ يا لعيب انت يا لعيب. സോണപ്പിന്റെ അതൊരു സാവണം പറ്റും كوتشي كوتشي. عليك. സവനപ്പില്ല സമാപ്പുണ്ട് അതെ
പിന്നെ ഫുൾ മട്ടൻ വെപ്പ്. ഒരു ടൈമിൽ മട്ടനില്ല എന്ന് പറഞ്ഞിട്ട് കളി. അപ്പൊ മട്ടനോണ്ട് കളിയും ചെയ്യും. 3 വട്ടം വെച്ചു. എന്താ പട്ടിക്ക് സബ് ഓഫർ വെച്ച പോലെ മുട്ട് You got 7 up? Huh? Drink. Drink this. I do it, sir. Hamoud. Nah, drink Habibi. Glass drink, brother. Drink. Don't tell anyone Hamoud. Yes, me. Don't tell anyone Hamoud. Yes, me. Oh, okay. No, this is my name. Don't use my name. Okay, brother. Hamoud. Where's your brother? He said he will come. അടിപൊളി ഫുഡ്. കണ്ണിനൊക്കെ വെള്ളം തരുന്നു. അടിപൊളി ബാബു. മാഷാഅല്ലാഹ്. He said he will come today. He went to training. MashaAllah. Whole cook. Yesterday we killed him, bro. Whole cook. He said boxer. We are all cooked. Everybody cook. Like when you guys are in Bangalore, you guys cook Indian food or Arab food? Arabic food. Arabic food. Most of the time we eating كمان اللي. And sometimes we cook at home. But in Ramadan for sure we There is still people, right? always cook. In your room, there is still your cousins. Yeah, two. All others left. All others left. No, we are there. Come. ഇനിയിപ്പോ തന്നെ നമ്മളോട് ചോദിക്കും, എടാ എന്താ വൈകുന്നേരത്തെ പ്ലാൻ കയറി. അപ്പൊ നമ്മള് വൈകുന്നേരം 5 മണിക്കാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചോറ് എന്നിട്ട് വല്ല ഒന്ന് പോയിട്ട് മാറ്റി വല്ല. Sit, brother, sit. Hi, brother. ഇരുന്നോ, അവിടെ ഇരുന്നോ. ആയിക്കോട്ടെ, നമ്മളെ വിളിക്കാൻ മതിയല്ലോ. ഞാൻ അർദ്ധത്തിൽ ഉറക്കെ സംസാരിച്ചാണ്ട് ഊക്ക് കുറച്ചു. അല്ല അതല്ലേ എനിക്കറിയാം നിങ്ങൾ ഉണ്ടാക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല മനസ്സിലായി. അനക്കാനുള്ള കാത്തക്കാല ടൈമും കിട്ടിയില്ല. നീച്ചോണ്ട് വരാന്ന് അവര് പറഞ്ഞത്. അപ്പൊ മെസ്സേജ് അപ്പൊ തന്നെ വന്നല്ലേ മനസ്സിലായി. ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഒരു പരിപാടി ഞാൻ തരി കുത്തിരിക്കാൻ നീച്ചാ ടൈം എനിക്കറിയാം. ഇനി പറയുന്നത് പരിപാടിയാണ് പഴംപൊരി ഉണ്ടാക്കണം. ചിക്കൻ ഉണ്ടോ? ഫ്രഷ് ഉണ്ട്. അൽഫാം മറ്റേ ആടിന്റെ ഈ സാധനമൊക്കെ തിന്നു. നെയ്യാണ്. നെയ്യല്ലേ? ആടിന്റെ ഒന്നാ പറ്റി ആടിൻ്റെ ഉള്ളത്തെ നെയ്യുന്ന ആടിന്റെ നെയ്യ് നമ്മളുള്ളത്തെ നെയ്യ് ഉരുക്കി കളയും. ഇത് ഗുഡ് ഫാറ്റ്, മറ്റേത് സാച്ചുറേറ്റഡ് ഫാറ്റ്. ഗുഡ് ഫാറ്റ് നല്ലതാണ്. എപ്പോഴേലും ആടൊന്നും എന്താണ് അസറോ എടാ എന്തൊക്കെ പരിപാടികൾ പറയും. നല്ലൊരു ശനിയാഴ്ച ഞാൻ പറഞ്ഞില്ല എന്തൊക്കെ പരിപാടികൾ ചോദിക്കും ക്ലാസ്സിൽ. അതിനനുസരിച്ച് പോകാനാണ് പറയില്ല. ഇന്നത്തെ പരിപാടി പറയില്ല. ഇന്ന് നിൽക്കുന്നിടത്തോളം നിന്നു. എടാ ഒരു പോക്കൂലാണ്. എന്നാ വൈകുന്നേരം 10 വരെ നമ്മളിവിടെ ഉറങ്ങും. രാത്രി 12 മണിക്ക് ശേഷം നമ്മൾ പരിപാടികൾ തുടങ്ങണം. പറ്റുമോ? അത് വേണേ നിൽക്കാന്നൊക്കെ. നിങ്ങൾ ഉറങ്ങൂല എന്തായാലും. ഉറങ്ങിയില്ല. ഞങ്ങൾ ഉറങ്ങിയില്ല. ഏറ്റവും നല്ലതാണ്. അതെ, ഇവിടുന്ന് ആരും പുറത്തേക്ക് പോവില്ല. പക്ഷെ സാധനം വാങ്ങാൻ പോണം. എന്റെ മനയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് പുറത്താക്കി. അല്ല അത് പരിക്കൊറ്റിയാണ്. മാർച്ച് ഈ മാസം 3 ആഴ്ച ഉള്ളൂ. അല്ല എന്നിട്ടോ വരും ഇനി? ആ വരും 3 ആഴ്ച കഴിഞ്ഞാൽ വരും. ഒരു 4 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണം.
ആരാ പറഞ്ഞു വിളിച്ചു അത് നമ്മള് ഫാബ്രിയോ സോമനായിട്ട് വിളിച്ച് കോച്ചിനെ വരാറില്ലല്ലോ അതല്ല മറ്റോനില്ലേ നമ്മള് ബ്രസീലിനെ മാത്രം നോക്കിയാ പോരെ ഫാബ്രിയോ ഇപ്രാവശ്യം അളാപ്പി മുതാപ്പി മക്കളൊന്നും ഇല്ലല്ലോ അല്ല ഇപ്രാവശ്യം ബ്രാച്ചുകൽ മക്കൾ ബന്ധമല്ല ഇപ്രാവശ്യം ബ്രാച്ചുകൽ ഫാൻസ് പിരിച്ചുവിടാണ്. ഇപ്രാവശ്യം ബ്രാച്ചുകൽ ഫാൻസ് അസോസിയേഷൻ വേൾഡ് കപ്പിൽ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം 2 ടീമിനും കപ്പ് ആവശ്യമാണ്. മറ്റേ അർജന്റീനക്കെതിരെ സംയുക്തമായിട്ട് ടീമിൽ ഇറങ്ങിയത് അതിനെ കിട്ടിയതിനു ശേഷം എന്ത് ചെയ്തു? അല്ല ഞങ്ങൾ ഒരുമിക്കും ഇതിലേതൊരു ടീം പുറം പോയാലും ഒരുമിക്കും. ടീം പുറം പോയാൽ കുടുങ്ങി നമുക്ക്. അപ്പൊ നിങ്ങൾ ഫ്രാൻസിനെ സപ്പോർട്ട് സ്ഥിരം പരിപാടി പിടിച്ചോ? സ്പെയിനിനെ വിളിച്ച് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ബാഴ്സലോണ പ്ലേയേഴ്സ് മൊത്തം അവിടെയാവും. പിന്നെ പിടിച്ചത് ഫ്രാൻസിനാണ്. ഇതൊക്കെ എടുത്ത് പറയാൻ മാത്രം ഉണ്ടോ? എല്ലാവർക്കും അറിയുന്നതല്ലേ. ഫാബ്രിസിയോ സോമൻ റോമ പറഞ്ഞാണ്. അങ്ങനെ വേണ്ടില്ലോ, തിരിച്ചു വരുന്നില്ല കാര്യം വേണ്ടില്ല. അല്ല അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്റർന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടി, അത് ഉള്ളിൽ നിന്നില്ല റിപ്പോർട്ടുകൾ കിട്ടി. 4 ആഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. ഇനി അടുത്ത കളി അൽനാസറിനായിട്ട് ഇറങ്ങും. വണ്ടിമൊന്നുമല്ല, കാലിന്റെ ഉള്ളിൽ ചെറിയൊരു സ്ക്രാച്ച് കണ്ടു. സ്ക്രാച്ച് കണ്ടു. ഇറങ്ങും. വേൾഡ് കപ്പ് കളിച്ചിരിക്കും. അതിനാരും വെള്ളം ഉണ്ടാക്കി വെക്കണ്ട. റൊണാൾഡോ സബിൽ ഇരിക്കുക, കപ്പടിച്ചിട്ട് പറഞ്ഞ സബ് നടക്കുക, ബെഞ്ചിലിരുത്തിയാണ്. കഴിഞ്ഞ കോച്ചല്ല, കുറച്ച് കോച്ചല്ല പരിഗണിക്കണ കോച്ചല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമുക്കൊക്കെ സങ്കടം. ശരിക്കും പറഞ്ഞാൽ ബ്രസീലിലേറെ ക്രിസ്ത്യാനോ അറിയിക്കുന്നുണ്ട്. അല്ല ഉള്ളത് പറയട്ടോ അല്ലേ? നെയ്മറിലേറെ ഒരു പൊടിക്ക് ക്രിസ്ത്യാനോ അറിയിക്കുന്നുണ്ട്. പക്ഷെ നെയ്മറും അടിക്കണം, അതാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെസ്സി ഫാൻ ഉണ്ടോ? നെയ്മർ കൂതരഴിച്ചാണ്ട് കളഞ്ഞാണ് അവന്റെ ഭാവി. അതല്ല പരിക്ക് പറ്റി പിന്നെ പേരിൽ അടങ്ങിയിരിക്കണോ? അല്ല, കൊറേ കുതിരാളിയുണ്ട് ഗെയിം കളിച്ച. അതൊക്കെ പരിക്കറ്റിന്റെ ക്രിസ്ത്യാനോ അങ്ങനല്ല, പരിക്കറ്റി പെരി കടന്നു നോക്കിയാ അപ്പോഴും ആ പരിക്ക് മാറാല പണിയെടുക്കാം, അല്ല ഗെയിം കളിച്ചു. മെസ്സി കണ്ടില്ലേ ഒന്നും എടുക്കാതെ വേൾഡ് കപ്പ് അടിച്ചു. എന്നെ ക്രിസ്ത്യാനോ അങ്ങനെ ഓടിക്കൂടാ. അവിടെ 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 ഒന്നും എടുക്കാൻ കാരണപ്പോ അവിടെ നിന്ന് വെച്ചേട്ടോ. No, he is out. അഞ്ച് പോണായി. Because coach said he is not enough fit. സോറി മാറി പറഞ്ഞു. Cristiano don't know how to play. Messi. Neymar. Bro, give some support for Neymar also. Oh, Neymar also. I love Neymar. Okay. He deserves to be in Brazil. ക്രിസ്ത്യാനോ തന്നെ കാട്ടി. But Cristiano. സൗദിയില് ഫുള്ള് മെസ്സി ഫാൻസ് പറയുന്നു. Bro, because he's the best in history. ഫാൻസ് ആയോണ്ടല്ലോ ബെസ്റ്റ് ആയോണ്ടാണ്. ബാസിലൊന്നും ഇല്ലാത്ത അറിവുള്ള പോലെ ഡീല് ബാസിലും ഉണ്ടല്ലോ കേട്ടോ. അറിവില്ലാത്ത ഇടയിൽ ഫുള്ള് തൊള്ളേനി. അല്ല എന്നോട് നെയ്മർ എന്തൊക്കെയാണ് സമ്മതിച്ചു. Neymar will have love Neymar. എന്റെ ജോലി അർജന്റീന ഫാൻസിനോടും അതന്നെ അർജന്റീന ബാഴ്സലോണ മെസ്സി ഫാൻസ്. പക്ഷെ അർജന്റീന കപ്പ് കിട്ടിയതിനു ശേഷം അങ്ങനെ ഒച്ച വിളിക്കൊന്നും ഒന്നിനും സമ്മതിച്ചില്ല. ഓൽക്ക് ഇതായിക്കൂടെ, കപ്പില്ലേ? മറ്റെന്താ ഓൽക്ക് ചെന്നൈ
കപ്പിലില്ലോ ടെൻഷൻ അതുകൊണ്ട് ഒരു ഇങ്ങോട്ട് ചൂടാവുകയും ചെയ്യുന്നു. ഇപ്പൊ ആകെ നിന്നിക്കണേ. അല്ല അങ്ങനെയല്ല. എന്റെ അഭിപ്രായത്തിൽ അത് മാറിയില്ല. ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക് കളിന്റെ അടിയിലാണ് വിനീഷ്യസിന് കപ്പാൻ ചെടുത്ത് വെള്ളം ഓല കമ്പ് ഇപ്പോഴും മാറിയില്ല. കാണിയാലത്തെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓട്ടോമാറ്റിക് പ്രഷർ ടീമിലുണ്ടാവും. അല്ല വിനീഷ്യസിന് വേൾഡ് കപ്പിന് എണ്ണം കാണിച്ചു കപ്പ് തൊള്ള കൂട്ടും. വിനീഷ്യസിനും കാണിച്ചു കൊടുക്കാലോ. അതൊക്കെ അപ്പോഴത്തെ കിട്ടണേ. പിറ്റത്താഴ്ച പോയി 5 കപ്പ് അടിച്ച്. ഞാൻ ബ്രസീലാണല്ലോ എനിക്കടിക്കാതെ. ഞാൻ അടുത്തുള്ള പേരോട് ബെനിഫിക്കാനോടോ because people make fun. He's soft hearted. Yes, habibi. Soft. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ ആയിഷമാത്തിയും ചേച്ചി ഇമ്മച്ചിയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ആയിഷമാത ആദ്യം നീച്ചോ, കുറച്ച് നിന്നാണ്ട് നീച്ചോ. എങ്ങനെയുണ്ട് മന്തി? സൂപ്പോ? സൂപ്പറായി, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ മന്തി. ചേച്ചി എങ്ങനെയുണ്ട്? പറയേ. മന്തി വെക്കാൻ പറഞ്ഞ ഒരാട് മേടിച്ചു കൊടുത്താൽ വെക്കുവോ? എന്നും കാണല്ലേ. ഇവിടെ വന്നിട്ട് എന്തൊക്കെ പാചകം പഠിച്ചു വെച്ചോക്കെ എല്ലാം പഠിച്ചു. അപ്പൊ മന്തി എല്ലാവരും കഴിച്ചിട്ടോ. നമ്മളെല്ലാരും ഫുൾ ടീം മന്തി കഴിച്ചു. മന്തി കഴിച്ച സൈഡായ രണ്ടാളെ കാണിച്ചു തരാട്ടോ. ഇവര് അസറ് സൈഡാവാനാണ് ജോർജിയന് വന്നു തോന്നുന്നത്. അതിന് കൂട്ടിന് ആഫി. എടാ എന്താ നിങ്ങൾ ഉണ്ടാക്കണേ? മസ്ജിദോ? വേൾഡ് ഫേമസ് ആർക്കിടെക്ചറോ? അത് ഉണ്ടാക്കി ഞാൻ അത് ഉണ്ടായിക്കാം. അല്ല ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യട്ടെ. അങ്ങനെ എന്തെങ്കിലും തിരക്കുകളിൽ പഠനം എന്താ. അപ്പൊ അഫി ഇന്നലെ ഇട്ടീനെ തോബില്ല, അതിനെന്താ പറയാ, തോബല്ലേ ഈച്ചോ പറയാ. അഫിട്ട തോബ് ഇവരുടെ ഇട്ടാ. അതാ ഇവരാണ് നമുക്ക് അയച്ചത്. ഇതിൽ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് സംഗതി എന്തിനറിയോ? കുഴപ്പമില്ല, പെരുന്നാളിന്റെ ഗിഫ്റ്റാണ്. ഇതിൽ സാധനം കാണാനില്ല, മനസ്സിലായില്ലേ? അപ്പോ ഇതാ പ്രിയപ്പെട്ട ഇപ്പച്ചിക്ക്, മനസ്സിലായില്ലേ? ഇപ്പച്ചിന്റെ പാക്കറ്റാണിത്. ആരപ്പോ ഇത് അടിച്ചു പോയി? ഒരു കവറിൽ ഇപ്പച്ചിന്റെ ഗിഫ്റ്റ് പറഞ്ഞു. പ്രിയപ്പെട്ട ഇപ്പച്ചിക്ക് ഒരു പാക്കറ്റ്. ഇൻസ്റ്റഗ്രാം അറ്റ് ഇസ്ലാമിക് ഗിഫ്റ്റ്. ഇത് നമ്മളെ ചെർക്കളം പിന്നെ മന്ത്രിയില്ല ചെർക്കളം അബ്ദുള്ള സാഹിബ് മൂപ്പര ഫാമിലി, കാസർഗോഡ് MLA. അറ്റ് ഇസ്ലാമിക് ഗിഫ്റ്റ് ബൈ നൂറായി. ഇതാണ്. അപ്പോൾ ഓരോ അത്രക്കും സമ്മാനം കേട്ടോ. ഇത് ഉമ്മച്ചിക്കാണ് തോന്നുന്നത്, ഉമ്മച്ചിൻ്റെ ഐറ്റംസ് ആണ്. പിന്നെ ഇന്നലെ സാധനം അറിയാം കേട്ടോ. will take too much time. My time will be gone. 10 days only. 10 days. 10 days only. Great Mosque of Mecca അറിയതാ? എന്തേ ഗ്രാൻഡ് അതല്ലേ, എന്താണ് ഒരു അവിടെ പള്ളിയില്ലേ? അടുത്ത അയച്ചാടാ. Great Mosque of Mecca. ബാസിലത് നയിച്ചോ? ഓക്കെ. ഇതെന്തൊക്കെയുള്ളത്? ഒരു ഖുർആന്. ഭയങ്കര ഭംഗി, മാഷാഅല്ലാഹ് അല്ലേ? ഖുർആന്. മറിയന്റെ തീർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് സമയത്താണ് കിട്ടിയത്. കിബില ഫൈൻഡർ. അത് നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴേ ഇല്ലേ കിബില കിട്ടുന്ന സാധനം. തുറന്ന ഇതേ ഈ അതല്ലേ ഒമാനി. How we can use this? Like wood. ഇതല്ലേ ഊതിട്ടിട്ട് ഇങ്ങനെ ഇതുകൊണ്ട് നമ്മൾ നടക്കണം.
ഇത് മണത്തോക്ക് അവിടുത്തെ പള്ളിയിലെ കേട്ടോ പള്ളിയിലെ അവിടുത്തെ പള്ളി സീനായിന്നൊക്കെ മണക്ക് മണക്ക് നല്ലവണ്ണല്ലേ നല്ല സ്മെല്ലാണ്. ഇത് കുന്തിരിക്ക മരുന്ന ഒരു പുകക്കെ ഇത് നല്ല മണികരം ഉള്ളിൽ പുകച്ചാല്. എയർപോർട്സിന്റെ രൂപത്തിലാ ഇതിന്റെ ബസ് ഇതിന്റെ ടെക്നോളജി നോക്കിയാ ടെക്നോളജിയ ടെക്നോളജിയ ഇത് എയർപോർട്സ് അല്ലേ അനു? അതിന്റെ ബാക്കിയുള്ള സാധനത്തിലിട്ടെ എന്താണ് ഇത് എയർപോർട്സ് ആണ്. അല്ല അത് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ അത് നോക്കാം പിന്നെ നിസ്കാരപ്പായി അതെ ആ സാധനം അടച്ചേക്കണേ ഒരു തസ്ബീഹാലി ഇതെന്താപ്പാ ഇതെന്താ അത് സ്റ്റോണാ പ്രത്യേക പ്രീസിയസ് കുറച്ച് സൂപ്പർ ക്വാളിറ്റീസ് ആണ് ഈ ഖുർആൻ നോക്ക് മുസല്ലന്റെ ചൊറുക്കോക്ക് കണ്ടു നല്ല രസമാണ്. മാഷാഅല്ലാ താങ്ക് യു സോ മച്ച് ഇസ്ലാമിക് ഗിഫ്റ്റ്സ് ബൈ നുറൈ ലൈക്ക് യു ഗൈസ് ട്രൈ ഹൗസ് യു ഹാവ് ലൈറ്റർ ലൈറ്റർ ഉണ്ടടാ ബൽക്ക് പണി അറിയതിന്റെ ആ ഇതിലിട്ട് പുകച്ചിട്ട് ഇതായി ഇങ്ങനെ 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 ആ എന്നിട്ട് പുക ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും ഒമാനി കുസൂസി ഒമാൻ somebody gifted me MashaAllah. Omani people are very rich. Omani people are Very rich. very rich ഇതിപ്പോ ആക്കാൻ പോവാണ് ഈച്ചോ ഇത് തീയിട്ട ഈച്ചോ ആ ഊതിന് തീയിട്ട അഫീഫ് എങ്ങോട്ടാ പോയത് അഫീഫ് നീച്ചല്ലോ പെരുന്നാൾ നിലാവ് കൊണ്ടൂറുമാൽ തീർത്ത സൈനബ നീ അരളിവായ വെട്ടിയിട്ട പോലെ കിടന്നാലോ ഉറങ്ങിക്കോ അല്ല മേലത്തെ റൂമിൽ കിടന്നോ ഞങ്ങൾ പോയരാ. അല്ല ആ വാടാപ്പരന്ന് കാണാനാ വീടൊന്ന് കാണാനാ ഇല്ലേ ഇതിട്ടോ മേലത്തെ റൂമിൽ കയറിക്കോ അല്ല ഇവിടെ കിടക്കുന്ന വീട് കിടന്നോ മേലത്തെ ബെഡാ കുറച്ചുകൂടി അടിപൊളി അവിടെ ഏസിട്ട് കിടന്നോ കടന്നുറങ്ങിക്കോ ഉറങ്ങിക്കോ അത് സുഹൃത്തുക്കളെ അസറ് മന്തിന്ന് സൈഡായിട്ടോ ഇപ്പം അഫി ഇതേപോലെ സൈഡായിട്ട് ഇനി അഫി നീച്ചു അപ്പോൾ കാര്യങ്ങൾ റഷിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഉണ്ട് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആദ്യത്തെ വ്ളോഗാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെയും നമുക്ക് ഇന്നൊരു കുക്കിംഗ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് നമ്മൾ 3 മില്യൺ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് സോ വി ആർ ഗോയിങ് ടു ഹിറ്റ് 3 മില്യൺ 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ലങ്കേ ലംബായിട്ടോ എല്ലാരും ആ സോ അല്ല ഓല കൾച്ചറിലേക്ക് പോലും വന്നു ഊത് പോക്കാൻ പോകണ്ടോ അപ്പൊ ഇപ്പച്ചിന്റെ തീപ്പെട്ടി ഉണ്ടത് ഇപ്പച്ചി ഇടയ്ക്കോ ഫ്രീ ടൈമിൽ ഓരോ വലിയിടുമ്പോ പറഞ്ഞിട്ട് ഇപ്പൊ കിട്ടും വ്ളോഗ് തലമുറ കിട്ടും നായി ഇന്ന പറ്റി ഇല്ലാത്ത പറയുന്നത് ഇല്ലട്ടോ റബ്ബേ പറഞ്ഞ ഓഡിയൻസ് പറയാം സ്മെൽ അങ്ങനെ കേട്ടോ ഇതാ അഫിയ ഇനി വീട്ടിൽ ഊത് പകരും അല്ല ഊത് പരക്കും സഞ്ചരിക്കുന്ന മുസല്ല തോളിലിട്ടിട്ട് കൊണ്ടുപോകാനുള്ള മുസല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവരാം യാത്രക്കാരുടെ മുസല്ല യാത്രക്കാരുടെ ശ്രദ്ധ നല്ല സ്മെല്ല് നമുക്കറിയാം വരാ അബ്സുഹൃത്തുക്കളെ നമുക്കൊരു സ്ഥലം വരെ പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ എവിടേക്കാണ് നമ്മൾ പോണത് എന്തിനാ നമ്മൾ
എന്താ അതെന്താ കൊറിയറോ? ഇതൊന്ന് ലൈവായിട്ട് പൊട്ടിച്ചാലോ? അപ്പൊ സുഹൃത്തുക്കളെ എന്തായിരിക്കും നടന്നോ എന്തായിരിക്കും ഈ കൊറിയർ എന്ന് അറിയാൻ അടുത്ത വ്ളോഗ് കാണുക. This is business. ഞാനൊരു പുറത്തേടേ അപ്പൊ ഞാനിങ്ങനെ വൈൻഡപ്പ് ചെയ്യാനൊന്നും, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കണ്ടന്റ് കിട്ടാനുണ്ടല്ലോ, എന്റെ പെര വിട്ട് എങ്ങോട്ടും പോണ്ട. പെരന്റെ പുറത്ത് ഇറങ്ങിയാൽ കണ്ടന്റ്, അങ്ങോട്ട് ഇറങ്ങിയ കണ്ടന്റ്, ഇങ്ങോട്ട് ഇറങ്ങിയ കണ്ടന്റ്, ഇതിലെ പോയ കണ്ടന്റ്, അതിലൊക്കെ പോയ കണ്ടന്റ്. അപ്പൊ എനിക്ക് വൈൻഡപ്പ് ചെയ്യാനൊന്നുമില്ല. എനിക്ക് പടച്ചോനായിട്ട് എന്ത് ചെയ്തു, ഒരു കൊറിയർ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതാണ് ഇതിന്റെ ലോകം. ഐ ലവ് മൈ യൂട്യൂബ് ചാനൽ ബിക്കോസ് ഇതാണ് എപ്പോഴും ഇതാണ് സംഭവിക്കല്. അപ്രതീക്ഷിതമായാണ് ഓരോ നടക്കുന്നത്. അപ്പൊ എന്തായാലും പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്താണ് കൊറിയർ എന്നുള്ളത് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.